ഹായ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു വീഡിയോയിൽ നമ്മളുടെ പോസിറ്റീവ് ടോക്കിനെ കുറിച്ചായിരുന്നു. ഇന്നത്തെ ഒരു വീഡിയോ മെഡിറ്റേഷനെ കുറിച്ചാണ്. നമുക്ക് മെഡിറ്റേഷൻ, ഗൈഡഡ് മെഡിറ്റേഷൻ ഉണ്ട്, മെഡിറ്റേഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഗൈഡഡ് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാൾ പറഞ്ഞു തരുന്നതാണല്ലേ, ഒരു ഗുരുവിൻ്റെ അല്ലെങ്കിൽ ഒരു പരിശീലകൻ നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഗൈഡഡ് മെഡിറ്റേഷൻ. മറ്റേ നമ്മൾ സ്വയം ചെയ്യുന്നത് അല്ലേ മെഡിറ്റേഷൻ, ഒരു ധ്യാനം പോലെ ഇങ്ങനെ നമ്മൾ ഇരുന്ന് നമ്മൾ സ്വയം ചെയ്യുന്നതാണ്, ഒരു ആരുടെയും സഹായമില്ലാതെ ചെയ്യുന്നതാണ്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് ഈ നമുക്ക് ദേഷ്യം വരും, ചിലപ്പോൾ സങ്കടം, അങ്ങനെ പല സാഹചര്യങ്ങളും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് മാറ്റങ്ങൾ നമുക്ക് ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് കിട്ടും. കാലത്ത് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ ഇരുന്ന് ചമ്മണം പടിഞ്ഞിരുന്ന് രണ്ട് കൈകളും ഇങ്ങനെ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ചമ്മണം പടിഞ്ഞിരുന്ന് മുട്ടുകളിൽ കാൽമുട്ടുമ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ നിവർത്തി ഇങ്ങനെ വെച്ച് അതിങ്ങനെ കണ്ണുകൾ അടച്ച് പിടിച്ച് നമ്മൾ ശ്വാസം ഇങ്ങനെ പതുക്കെ വലിച്ചെടുത്ത് ശ്വാസം വലിച്ച് ഉള്ളിൽ കുറച്ച് നേരം പിടിച്ച് പുറത്തേക്ക് പതുക്കെ വിടുക. അപ്പോൾ അങ്ങനെ ഒരു 5 പ്രാവശ്യം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് ഇരിക്കുക. ശ്വാസം പതുക്കെ ദീർഘശ്വാസം വലിച്ച് വലിച്ച് പതുക്കെ ഇങ്ങനെ ഇങ്ങനെ വിടുക. അപ്പോൾ അങ്ങനെ നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ശരീരത്തിൽ നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ടത് എന്ന് ചെയ്യുമ്പോൾ നമുക്കതിനൊരു പ്രത്യേക ഊർജ്ജം നമുക്ക് കിട്ടുക. അതൊന്ന് ചെയ്ത് നോക്കുക. കാരണം നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും. നമ്മൾ എന്തെങ്കിലും ഒരു നമ്മൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ എന്തെങ്കിലും നമുക്ക് നേടാൻ ആഗ്രഹമുണ്ട്, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലൊരു ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ, അത് നേടിയെടുക്കണം, അത് സാഫല്യമാക്കണം എന്നൊക്കെയുള്ളൊരു ഉദ്ദേശം ഉണ്ടാവില്ല നമ്മുടെ മനസ്സിൽ. ചെറിയ ആഗ്രഹമായാലും വലിയ ഒരു ആഗ്രഹമായാലും അതെന്തായാലും ഏതൊരു മനുഷ്യനും ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ആ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളത് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു കണ്ണുകളടച്ച് ആ ഒരു ദീർഘശ്വാസം വലിച്ച് അത് പതുക്കെ വിട്ട് നമ്മൾ ആ ഒരു ലോകത്തിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ അങ്ങോട്ട് മാറണം. കാരണം ഒരു 20 മിനിറ്റ് നമ്മൾ ഇരിക്കുമ്പോൾ ആ ഒരു 20 മിനിറ്റ് നമ്മൾ ആ ഒരു ധ്യാനത്തിൻ്റെ ഒരു ലോകത്തിലായിരിക്കണം. അപ്പോൾ അവിടെ നമ്മളുടെ സ്വപ്നങ്ങൾ, നമ്മളുടെ ആഗ്രഹങ്ങൾ അത് മാത്രമാകണം. ആ ഒരു രീതിയിലേക്ക് മാറിയിരുന്ന് ഒന്ന് ആസ്വദിച്ച് ചെയ്യുക. നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ ആസ്വദിച്ച് റിലാക്സ് ആയിട്ട് ആ ഒരു മെഡിറ്റേഷൻ ചെയ്ത് നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയതായിട്ട് സ്വപ്നം കാണുക. നമ്മളത് നേടിയെടുത്തതായിട്ട് സങ്കല്പിക്കുക. നമ്മളത് നേടിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ആഗ്രഹമാണ്, ചിലപ്പോൾ ഒരു വീട് വെക്കുന്നതായിരിക്കാം, ചിലപ്പോൾ ഒരു വണ്ടി വാങ്ങുന്നതായിരിക്കാം, ചിലപ്പോൾ ഒരു ജോലി നേടുന്നതായിരിക്കാം, എന്ത് തന്നെയായാലും ആ ഒരു ഇത് നമ്മൾ നേടിയെടുത്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അത് നമ്മൾ അത് ആഗ്രഹിച്ച് കിട്ടിയെന്ന് ആ ഫീലിങ്ങോട് കൂടിയിട്ട് നമ്മളത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്കത് ആ ഒരു ലക്ഷ്യം നമ്മുടെ കയ്യിൽ എത്തിച്ചേർന്നിട്ടുള്ള ആ ഒരു സങ്കല്പത്തോടു കൂടി നമ്മളത് കണ്ണുകൾ അടച്ച് പിടിച്ചിരുന്നത് ചെയ്ത് അത് അതിൻ്റെ ഒരു ഫീലിങ്ങോട് കൂടി ചെയ്യണം. അപ്പോൾ അത് ചെയ്ത് നമ്മളത് നേടിയെടുത്തതായി സ്വപ്നം കണ്ട് അത് ആ ഒരു യാഥാർത്ഥ്യം നമ്മളത് കിട്ടിക്കഴിയുമ്പോൾ നമ്മളുടെ അവസ്ഥ അല്ലേ, നമ്മൾ ആഗ്രഹിച്ച ആ ഒരു വീടാണെങ്കിൽ, അത് ഒരു കാറാണെങ്കിൽ, ഒരു ജോലിയാണെങ്കിൽ, അത് നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ നേടിയെടുത്ത് കഴിയുമ്പോൾ ഉണ്ടാകും നമ്മുടെ ഒരു സന്തോഷം. ആ ഫീലിങ്ങോട് കൂടി നമ്മളത് ആസ്വദിച്ചറിഞ്ഞ് കണ്ണുകൾ പതുക്കെ ആ ഒരു ദീർഘശ്വാസം പതുക്കുള്ളിലേക്ക് വലിച്ച് അത് പുറത്തേക്ക് വിട്ട് പതുക്കെ നമ്മൾ ആ കണ്ണുകൾ, നമ്മൾ ആ ഒരു സന്തോഷം നമ്മുടെ മനസ്സിലും കണ്ണുകളിലും ഒക്കെ നമ്മൾ മൊത്തം അത് ആസ്വദിച്ച് നമ്മൾ കണ്ണുകൾ പതുക്കെ തുറന്ന് നമ്മുടെ ആ ഒരു പഴയൊരിതിലേക്ക് നമ്മൾ പോയി അത് ഡെയിലി ചെയ്യാം. ഡെയിലി നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ ഈ പ്രകൃതിയിലെ ശക്തി നമ്മളതിലേക്ക് എത്തിച്ചു തരും തന്നെയാണ് ഒരു വിശ്വാസം. അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എനിക്കത് സത്യമായിട്ടും അതൊരു ഫീലിംഗ് ആണ്. കാരണം ഞാൻ ഈ മെഡിറ്റേഷൻ്റെ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളത് സ്ഥിരമായിട്ട് അത് നമ്മൾ ചെയ്യുമ്പോൾ ഒരു എനർജിയാണ് ഈ പ്രാണായാമം ചെയ്യണതും അതുപോലെ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതും സൂര്യ നമസ്കാരം ചെയ്യുന്നതും അതൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിന് നല്ലൊരു എനർജിയും നല്ലൊരു ആ കാലത്തൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു സുഖമൊക്കെ കിട്ടും. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക. നമുക്ക് ഇന്നിപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകൾ ഒത്തിരി കാണുന്നു കേൾക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ അറ്റൻഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിതുപോലെ ഇരുന്ന് ഇങ്ങനെ കുറച്ച് നേരം ഒരു 20 മിനിറ്റ് കണ്ണുകളൊക്കെ അടച്ചിങ്ങനെ ഇരുന്ന് ചെയ്ത് നോക്കുക. നല്ലൊരു ഇത് കിട്ടും. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കുക. എല്ലാവർക്കും നമുക്ക് ശരീരത്തിന് നല്ല സുഖവും നല്ലൊരു മാറ്റം കിട്ടും. അപ്പോൾ അതൊന്ന് എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.